ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എംഫോ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഹലോ വന്നത്, സോറി ഗൈസ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ലുലു മാളിലോട്ടുണ്ട്, ട്രിവാൻഡ്രം. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ട്, നമുക്ക് വേണ്ടിയല്ല നമ്മളിപ്പോൾ ലുലു മാളിൽ പോകുന്നത്, അച്ചാച്ചനും അച്ചാമ്മയ്ക്കും വേണ്ടിയാണ്. അച്ചാച്ചനും അച്ചാമ്മ ഇതുവരെ ലുലു മാളിൽ പോയിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അച്ചാച്ചനും അച്ചാമ്മയും കൊണ്ടാണ് ലുലു മാളിൽ പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴയൊന്നും നമുക്ക് കാര്യമില്ല, മഴയും നമ്മളും എല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മളവിടെ എത്തി. എത്തട്ടെ എന്നിട്ട് പറയാം എവിടെ പറഞ്ഞിട്ട് നമ്മളെത്തി. അപ്പം ലുലുമാളിലെത്തി. അങ്ങനെ നമ്മൾ കറങ്ങാൻ തുടങ്ങി. ഈ ഒരു സാധനത്തിൽ കയറാനാണ് ഞാൻ അവിടെ പോകുന്നത് കൂടുതൽ. എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ, ചുമ്മാ ഒരു രസം. ലിഫ്റ്റിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം എനിക്ക് ഈ സാധനത്തിനോടാണ്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ സ്റ്റുഡിയോയിൽ എന്തൊക്കെ ഓഫർ നടക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയി. സത്യം പറഞ്ഞ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ഒരു ഫലൂഡയൊക്കെ വാങ്ങിച്ച് കുടിച്ച് കാലിയാക്കിയിട്ട് നമ്മൾ ഫൺചൂറയിലോട്ട് പോയി. ഫൺചൂറയിൽ പോയപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പോയപ്പോൾ ഫൺചൂറയുടെ വിലയെന്ന് പറഞ്ഞാൽ 500 സംതിങ്ങിനൊക്കെ ഒരു കാർഡ് കിട്ടുമായിരുന്നു. ഇപ്പോൾ 1000 രൂപ കൊടുത്താലേ അവിടെ കയറാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ കണ്ണ് തള്ളി നമ്മൾ അവിടെ നിന്ന് കയറാതെ ആ പരിസരത്തിൽ നിന്നേ മാറി നിന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇനിയടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റാണ്. ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധവും കാണില്ല എന്തൊക്കെ വാങ്ങിച്ച് തള്ളണമെന്ന്. വിചാരിച്ച പോലെ തന്നെ എല്ലാം സംഭവിച്ചു ഗൈസ്. ഹൈപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ വാങ്ങിച്ചെന്ന്. അധിക സാധനം വാങ്ങിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല, എന്ന സാധനങ്ങൾ വാങ്ങിച്ചോന്ന് ചോദിച്ചാൽ അത് തന്നെ പറയാനുള്ളൂ. പിന്നെ വെറുതെ പോയി അവിടുത്തെ സ്പ്രേ എല്ലാം അടിച്ച് മണപ്പിച്ചിട്ട് നമ്മൾ പിന്നെ ഫ്രൂട്ട്സും അവിടെ ഉള്ള സ്ഥലത്തോട്ട് പോയി ചുമ്മാ വായി നോക്കിയിട്ട് വേറെ അടുത്തോട്ട് പോയപ്പോൾ അവിടെ വേറെ സാധനങ്ങൾ പിന്നെ അടുത്ത വേറെ സാധനങ്ങൾ. അല്ല, ഞാൻ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ടോനറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കിളി പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് തോന്നി, പക്ഷെ ഒന്നും വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിച്ചില്ല. എല്ലാം വാങ്ങിക്കും, പിന്നെ നമ്മളത് കണ്ടിരുന്നു. അങ്ങനെ നമ്മൾ വായി നോക്കി അവസാനം കുറച്ച് സാധനങ്ങളായി. പിന്നെ അവിടെ നിന്ന് നമ്മളൊന്നും നോക്കിയില്ല, എല്ലാം പാക്ക് ചെയ്ത് ബില്ലും അടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അച്ചാച്ചനും അച്ഛമ്മ വെളിയിലാണ് നിന്ന്, നമ്മളാണ് ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ. ആര് വന്നു ആര് കയറി, അതാണ് എനിക്ക് അറിയാനുള്ളത്. പിന്നെ ആ സാധനം കൂട്ടത്തിൽ കയറിയുടെ പേര് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു, അതുകൊണ്ടാണേ. പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയില്ല, വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ ഭാഗ്യമൊന്നും വിചാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അയ്യോ, ഇപ്പോഴാണ് ശ്വാസം വീണത്. പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തിയാൽ മതി. ഈ ഒടുക്കത്തെ മഴ അതും ഇതുമൊക്കെ തന്നെ. എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും പറഞ്ഞാൽ അതാ പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് ബുക്കും എടുത്ത് കാറിനകത്തിട്ട് എന്നിട്ട് പഠിച്ചോ അതുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് ബുക്ക് എടുത്ത് കാറിനകത്തിടുന്നതെന്ന്. പിന്നെ വെള്ളയമ്പലത്തുള്ള ഈ ബിൽഡിംഗ് കാണുമ്പോൾ എപ്പോഴും ഞാൻ നോക്കിപ്പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.